അങ്ങനെ ആരെങ്കിലും ഒക്കെ വന്ന് വിളിക്കും, ബാറ്റ്മാൻ എന്ന് വിളിക്കും. ഹലോ പറയടാ ബാറ്റ്മാനെ, നമ്മളെ മുതുക്കണ്ടടാ ബാറ്റ്മാനെ. ഹലോ ബ്രോ, പറഞ്ഞു ഉച്ചക്ക് പരിചയപ്പെട്ടത്. നിന്റെ മുട്ട സമാധാനത്തിന്റെ കാര്യം ഒന്നും കേൾക്കുന്നില്ല. നമുക്ക് സംസാരിക്കാം. ഒച്ചെടുക്കാണ്ട് കാര്യം പറ, കാര്യം പറ. പറഞ്ഞിട്ട് പോയി പറഞ്ഞു. ഹലോ ഹലോ സുഹൃത്തെ, ഒരു നിമിഷം സുഹൃത്തെ, നമ്മൾ സംസാരിക്കും സുഹൃത്തെ, സംസാരിക്കേ. പ്രശ്നം എന്താണെന്ന് സംസാരിച്ചേ. പ്രശ്നം ഇറങ്ങിയപ്പോ നിങ്ങളുടെ മൊട്ട ജോണി ഏതൊരുത്തരും നമ്മുടെ ഗ്യാങ് വണ്ടിയിൽ മറ്റേ തൂറിയിടണുണ്ട്. അങ്ങനെ ഒരു സംഭവം എങ്ങനെ പുള്ളി എടുത്ത് ചോദിക്കണം. പുള്ളി അങ്ങനെ നല്ല സ്ഥലത്ത് എന്തായാലും അങ്ങനെ കാശ് ഇടത്തില്ല, വൃത്തിയിട്ടൊരു സ്ഥലത്തെ ഇടാറുള്ളൂ. മനസ്സിലായോ? അതിനുള്ള നമുക്ക് തിരക്കാം. പുള്ളി വരട്ടെ, നമുക്ക് ചോദിക്കാം. വളരെ വൃത്തികെട്ടൊരു സ്ഥലത്തെ പുള്ളി കാശ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതുള്ളൂ. എന്തായാലും മോശമായിട്ടുള്ളൊരിടത്ത് പുള്ളി ഇടത്തില്ല, നല്ലൊരിടത്ത് ഒരിക്കലും പുള്ളി കാട്ടണം. പുള്ളി വരുമ്പോൾ നമുക്ക് നോക്കാം. പുള്ളി വരുമ്പോൾ നമുക്ക് നോക്കാം. മനസ്സിലായോ? ഇപ്പൊ ചിലക്കാതെ പുള്ളി വരുമ്പോൾ നമുക്ക് നോക്കാം. പുള്ളി വരുമ്പോ നമുക്ക് നോക്കാം, സംസാരിക്കാതെ. എന്തായാലും നല്ല സ്ഥലത്ത് അവൻ അപ്പിയിടത്തില്ല, വൃത്തിയുടെ സ്ഥലത്ത് അപ്പിയിട്ട് കാണത്തുള്ളൂ. കേട്ടോ? മനസ്സിലായോ? വൃത്തിയുടെ സ്ഥലത്തെ അവന് അപ്പൂസ് പോലെ തോന്നിയെടുത്തായിരിക്കും അവൻ അപ്പിയിട്ടത്. മനസ്സിലായോ? അതുകൊണ്ട് സുഹൃത്തെ അവൻ വരട്ടെ, നമുക്ക് സംസാരിക്കാം. സുഹൃത്തെ അവൻ വരട്ടെ, നമുക്ക് സംസാരിക്കാം. കേട്ടോ? സുഹൃത്തെ അവൻ വരട്ടെ, നമുക്ക് സംസാരിക്കാം. അവൻ വരട്ടെ, സംസാരിക്കാം. അവൻ വരട്ടെ സംസാരിക്കാം. അവൻ വരട്ടെ. അവൻ വരട്ടെ. കണ്ടും ഉണക്കാൻ പറഞ്ഞു. ഹലോ ഹലോ നിന്റെ വാസ്കോ നിന്റെ മറ്റേ എല്ലാം മറ്റേ സെറ്റ് ആക്കിയിട്ട് ഒരുത്ത കാര്യം വേണം. ഇങ്ങോട്ടുണ്ടാക്കല്ലേ, കാട്ടി പോയി കിടന്നുണ്ടാക്കുന്നേക്ക്. നിനക്ക് കടിച്ചോണ്ട് വിട്ടോ, ഇതെടുത്ത് കടിച്ചോണ്ട് വിട്ടോ. വേണ്ട, പൊക്കോ. ഭക്ഷണത്തിന് കുറവുണ്ടെങ്കിൽ ഇതൊക്കെ കഴിച്ചോണ്ട് പോക്കോ. തരാം. നാട്ടിലതിൽ ഇറങ്ങുന്ന കാട്ടിന്റെ വെളിയിലോട്ട് സംസാരിക്കുന്നിട്ട് വന്നിട്ടോ. മൊട്ട ജോണി ആരെ കണ്ടോ? ഡെവിനെ നീയല്ലേ കണ്ടത്? മൊട്ട ജോണി ഇവിടെ വന്നു. ഡെവി മാത്രം ഇങ്ങോട്ടോ. ഡെവിനെ കേക്കോ? ഡെവി മാത്രം മതി ഇവിടെ. മൊട്ട ജോണി സഹോദരങ്ങൾ എന്താ ഈ 10 പേര് അലക്കുന്നതിനിടയ്ക്ക് കാണണ്ടേ? ഇല്ല സഹോദര എന്തുറ്റി ബ്രോ, ഞാൻ കീടും കഴിഞ്ഞ് വന്നപ്പം ബ്രോ ആണ് ഗ്യാങ് വണ്ടി മുമ്പിൽ നിന്ന് കണ്ടത്. എന്ത് കണ്ട്? മുമ്പിൽ കണ്ടത് എന്താ? നമ്മുടെ പിള്ളേർക്ക് എന്തോ സീമെന്ന് നമ്മളെല്ലാരും അവിടെ വരുന്ന എന്ത് കണ്ടെന്ന് ബ്രോ പറഞ്ഞ? ബ്രോ എന്താണ് ബ്രോ? ഞാൻ രാവിലെ ബ്രോ എന്റെ പേര് ഞാൻ പറഞ്ഞില്ലേ പോയി അവിടെ. എപ്പം
എന്തിനാ പറഞ്ഞ അമ്പി കളിക്കുന്നേ? എന്തിനാ അമ്പി കളിക്കുന്നത്? ചെയ്തത് ചെയ്തെന്ന് പറ. അമ്പി കളിക്കല ഇനി നീ അമ്പി ചെയ്തത് ചെയ്തെന്ന് പറ നീ. അല്ല SRR എന്ന് പറഞ്ഞ ഇത്ര വലിയ ഗ്യാങ്ങിന് മൊട്ട ജോണിയുടെ തീട്ടത്തിന്റെ പേര് തൊട്ടുള്ള ഗ്യാങ്ങിന് മൊട്ട ജോണിയുടെ തീട്ടത്തിന്റെ പേര് വാട പിടിക്കില്ല. മൊട്ടാന്ന് വിളിക്കല്ല ചേട്ടാ, ഞാൻ ഞാൻ നിന്റെ തന്തയ്ക്ക് വിളിക്കും, മനസ്സിലായോ? പറഞ്ഞിട്ടില്ലേ ഞങ്ങളോട്? പറഞ്ഞിട്ടില്ലേ ഇറങ്ങിപ്പോ കാട്ടെ കാട്ടെ എന്റെ ശംഭു കോട്ടെ കാട്ടിക്കിടന്ന് കുറയ്ക്കേണ്ട നമ്മൾ അല്ലല്ല വെയിറ്റ് എടാ പറഞ്ഞ അനൗൺസ്മെന്റ് ഇട്ട യു ആർ നോട്ട് അലോ ടു ട്രിഗർ സിറ്റുവേഷൻ വിത്തിൻ എ സേഫ് സോൺ. അവർ സിറ്റുവേഷൻ ട്രിഗർ ചെയ്തതാ, മനസ്സിലായോ? അവോയ്ഡ് ചെയ്യാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. അവർക്ക് അവരിറങ്ങിപ്പോണ്ട, നമുക്ക് പോകേണ്ട കാര്യമില്ല, മനസ്സിലായോ? അവര് പോട്ടെ അവര് പറഞ്ഞേക്ക്. അവര് സിറ്റുവേഷൻ ട്രിഗർ ചെയ്യാൻ പാടില്ല സേഫ് സോണിനകത്ത്. അവരൊക്കെ ചോദിക്കാണ്ട് പുറത്തുനിന്ന് ചോദിക്കാൻ പാടുള്ളൂ. അതാണ് സംസാരിക്കുന്ന കലിപ്പാവായി. എടാ നിന്റെ അടുത്ത് കലിപ്പാവല്ലോടാ, നിന്റെ ഞാൻ ചോദിച്ചോട്ടെ അനിയ ഞാൻ തൂറിയോന്ന് ചോദിച്ചു, ഞാൻ ഇല്ലെന്ന് പറ. അതിന് നിങ്ങളാണ് ഗ്യാങ് വണ്ടിയുടെ മേളിൽ ആര് കണ്ട് തെളിവുണ്ടോ? കാണിക്കാനുണ്ടോ തെളിവ്? അതാണ് തെളിവ്. എന്താ അവന്റെ മേത്ത് മൊട്ട ജോണി ഇപ്പോ പിന്നെ ചെല്ലിയുടെ സംഭവം നിന്നെ വിളിച്ചല്ലേ കാക്കറങ്ങാൻ പറഞ്ഞല്ലോ നിന്നോട്. വിളിച്ചതല്ലേടാ കൊലം മേടിച്ചിട്ട് കൂട്ടിപ്പോ തീട്ടത്തിന്റെ പേര് വെച്ച് വാറ് വിളിക്കല്ല. ടൂറുണ്ടാക്കിയ ഗ്യാങ് നാണം കെടുത്തല്ലേ പുള്ളിനെ. എന്തിനാ പറഞ്ഞേട്ടാ ടെസ്റ്റ് ചെയ്ത് മുട്ടയുടെ മുട്ട അത് വേണ്ട മതി മുട്ട. ഹലോ സുഹൃത്തുക്കളെ, ഹലോ തീർത്ത മുട്ട. അല്ലാതെ താളം കൊള്ളാന്ന് അവൻ കടന്ന് മറ്റേ ആരടാ മറ്റേ വോയിസ് മ്യൂസ് ഇട്ട് കൊണക്കുന്നൊരുത്തൻ. അവൻ കൊണക്കാൻ വേണ്ടി വന്നേക്കുന്നത്, അതിന് വേണ്ടി വന്നേക്കുന്നത്. ഇപ്പൊ കേട്ടാണല്ലേ ശംഭു ഗ്യാട്ട് കേട്ടാ കാണുന്നത്. വെൽക്കം ടു ദ സ്ട്രീം. എല്ലാവരോടും ലൈക്ക്